ആലപ്പുഴ തുറവൂർ ആശുപത്രിയിലെ തീ അണയ്ക്കാൻ പോയ ഫയർഫോഴ്സ് വാഹനത്തിന് വഴി നൽകാത്തതിൽ വാഹന ഉടമയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കോടന്തുരത്ത് സ്വദേശി സുജിത്തിനെതിരെയാണ് കേസെടുത്തത്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് കേസ്. വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. ആലപ്പുഴയിൽ നിന്ന് പോയ ഫയർഫോഴ്സ് വാഹനത്തിന് മുന്നിലായിരുന്നു കാർ വഴിമാറാതെ സഞ്ചരിച്ചത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. മനീഷ്, കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഫയർഫോഴ്സ് വാഹനം പലതവണ ഹോണടിച്ചിട്ടും മുന്നിൽ കാർ ഇങ്ങനെ തടസ്സമായി നിൽക്കുകയായിരുന്നു. ഒരു 15 മിനിറ്റെങ്കിലും ഫയർഫോഴ്സിന്റെ വാഹനം വൈകിക്കുകയായിരുന്നു. അവരത് പറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവർ പോലീസിൽ പരാതി നൽകിയായിരുന്നു. മനീഷ്, ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നു. ആരാണ് ഈ കാറിന്റെ ഉടമ? എന്തിനാണ് അയാൾ ഇത് ചെയ്തതെന്നാണ് മനസ്സിലാക്കാനാവുന്നത് മനീഷ്? സ്മൃതി, ഫയർ ആൻഡ് റെസ്ക്യൂ ആലപ്പുഴ SHO ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പട്ടണക്കാട് പോലീസാണ് ഇന്നലെ വൈകിട്ട് ഈ കാറ് കണ്ടെടുക്കുക. കാറ് നിലവിൽ കസ്റ്റഡിയിലാണ്. ഒപ്പം തന്നെ ഈ കുത്തിയതോട് സ്വദേശിയായിട്ടുള്ള സുജിത്ത്, കോടന്തുരത്ത് വൈകുണ്ഠത്തിൽ സുജിത്ത് 40 വയസ്സാണ്. ഇയാളെ കൂടി കസ്റ്റഡി എടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇയാൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയ കേസ്, അതായത് 281, 285 BNS നിയമപ്രകാരവും ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വാഹനം അപകടകരമായ രീതിയിൽ ഓടിച്ചതിനും ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തിനാണ് ഈ വിധത്തിൽ ഓടിച്ചതെന്നുള്ള കാര്യത്തിൽ ഇയാൾ ഇപ്പോഴും പോലീസിനോട് വിശദീകരണം നൽകിയിട്ടില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഇവിടെ നിന്നും ആലപ്പുഴയിൽ നിന്നും ഫയർഫോഴ്സ് വാഹനം പുറപ്പെടുന്നത്. പിന്നീട് അത് പട്ടണക്കാട് നിന്നും തുറവൂരിലേക്കുള്ള ദേശീയപാതയിൽ വെച്ചാണ് ഇയാൾ 15 മിനിറ്റോളം സമയമാണ് ഈ വാഹനത്തിന്, അതായത് ഈ ഫയർഫോഴ്സിന്റെ വാഹനത്തിന് കടന്നു പോകാൻ ഒരു സ്പേസ് പോലും കൊടുക്കാതെ ഫയർഫോഴ്സിന്റെ ഏറ്റവും വിലപ്പെട്ട സമയം പാഴാക്കുന്ന തരത്തിൽ 15 മിനിറ്റോളം സമയം ദേശീയപാതയിൽ ആ വിധത്തിൽ പലതവണ ഫയർഫോഴ്സിന്റെ ഡ്രൈവർ ഹോൺ മുഴക്കിയിട്ടും ഈ വാഹനം മാറിക്കൊടുക്കാൻ തയ്യാറാകാതെ വന്നത്. പിന്നീട് 15 മിനിറ്റുകൾക്ക് ശേഷമാണ് തുറവൂർ താലൂക്ക് ആശുപത്രിയിലെ തീപിടുത്തം നടക്കുന്ന സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന് എത്താൻ സാധിച്ചത്. അവിടെ തീപിടുത്തത്തിന്റെ തോത് വലിയ രീതിയിലായതുകൊണ്ടാണ് അരൂരിൽ നിന്നും ചേർത്തലയിൽ നിന്നും കൂടി ഫയർഫോഴ്സ് എത്തിയിട്ടും പോരാതെ വന്നതിനെ തുടർന്നാണ് ആലപ്പുഴയിൽ നിന്നും ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. ആ ഒരു വളരെ അത്യാസന്ന ഘട്ടത്തിലായിരുന്നു ഈ വിധത്തിൽ ഒരു ദേശീയപാതയിൽ ഒരു വാഹനം ഈ വിധത്തിൽ അതിനെ തടഞ്ഞുകൊണ്ട് കയറ്റിവിടാൻ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ തന്നെ പെരുമാറി. എന്താണെങ്കിലും ഇന്ന് RTOയ്ക്ക് മുൻപേ, ആലപ്പുഴ RTOയ്ക്ക് മുൻപേ ഹാജരാക്കാൻ കൂടി ഇയാളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാഹനം മനഃപൂർവ്വമായി ഓടിച്ചതാണ് അടക്കം, ഇയാളെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് അറിയേണ്ടതുണ്ട്. ഇന്ന് 10 മണിക്ക് RTO ഇതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ നിലവിൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കും. പോലീസിന്റെ അടുത്തെത്തി എന്താണ് ഇയാൾ പറയുന്നത് എന്നും കൂടി അറിയേണ്ടതുണ്ട്.